അപ്പം നമ്മൾ പോണിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ രാം. അപ്പോൾ എനിക്കിത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി വേറൊരെണ്ണം കൂടെ ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ വരുന്ന പേഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സെക്ഷൽ മെഡിസിനിൽ വരുന്ന പേഷ്യൻ്റ് എടുത്താൽ ചെറുപ്പക്കാർ, അതായത് 25 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്ക് സെക്ഷൽ പ്രോബ്ലമുള്ള ധാരാളം ആൾക്കാരുണ്ട്. പ്രായമായവർക്കല്ല ഇപ്പോൾ പ്രശ്നം. അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണശേഷി ഇല്ല എന്ന് പറയുന്ന വരുന്നതിൽ ഒരു വലിയ ശതമാനം നമുക്ക് ചെറുപ്പക്കാർ വരുന്നുണ്ട്. അപ്പം ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ പറയുന്നത് താല്പര്യമില്ലായ്മ, ഡിസയർ ഇല്ലായ്മ, അറൗസൽ ഇല്ലായ്മ. അതായത് എന്തെങ്കിലും ഒരു ഭാര്യയുടെയോ പാർട്ട്ണറുടെയോ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊന്നും തോന്നാതിരിക്കുക, ആ ഫീലിങ്സ് ഇല്ലാതിരിക്കുക. അപ്പം ഡിസയർ ഇല്ല, അറൗസൽ ഇല്ല. ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഉദാഹരണം വരാതിരിക്കുക അല്ലെങ്കിൽ വന്നാൽ കൂടുതൽ നേരം നിൽക്കാതിരിക്കുക, അങ്ങനെയുള്ള ഇഷ്യൂസ്. ഉദാഹരണം ഉള്ളവർക്ക് ഇജാക്കുലേഷൻ്റെ പ്രശ്നങ്ങൾ, അതായത് പങ്കാളിയുടെ കൂടെ അവർ ബന്ധപ്പെടുമ്പോൾ അവർക്ക് എത്ര സമയം കഴിഞ്ഞാലും ഇജാക്കുലേഷൻ ഓർഗാസം നടക്കാതിരിക്കുക. അതായത് പോൺ വാച്ച് ചെയ്യുമ്പോഴോ മാസ്റ്റുബേറ്റ് ചെയ്യുമ്പോൾ മാത്രം കിട്ടിയതില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് ചെറുപ്പക്കാരിൽ കാണുന്നുണ്ട്. അത് അത്രയും നമ്മൾ വിചാരിക്കില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്നത് പ്രായമാകുമ്പോൾ ആളുകൾക്ക് ഇത് കുറയുന്നു, പക്ഷെ ചെറുപ്പക്കാരിൽ നിറയെ കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ വെജാനസ്മസ്, അതായത് ബന്ധപ്പെടുമ്പോൾ ഉള്ള വേദനയായിട്ട് പേഷ്യൻ്റ് വരുമ്പോൾ ചിലവരുടെ ഭർത്താക്കന്മാർക്ക് പോൺ അഡിക്ഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ഭാര്യമാരോട് ഈ താല്പര്യം കുറവ് കാരണം അത് ശരിയാവാതെ പോകുന്നു. അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, അതിലും പ്രധാനം എന്ന് വെച്ചാൽ സൈക്കോളജിക്കലായിട്ടുള്ള വേറെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇവർക്ക് ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുക, പലർക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി, സോഷ്യൽ ആങ്സൈറ്റി, ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം സ്ത്രീകൾ ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുക, അവർ ഒരു സെക്ഷൽ ഒബ്ജക്റ്റായിട്ട് കാണുക, ഇല്ലെങ്കിൽ അവരെ ഒരു സെക്ഷൽ വയലൻസിലേക്ക് പോവുക, ഒരു ഡീവിയൻ്റ് ആയിട്ടുള്ള തോട്ടുകൾ വരിക. അങ്ങനെ പല പല സെക്ഷൽ പ്രശ്നങ്ങളും ചെറുപ്പക്കാരിൽ കാണുന്നുണ്ട്. ഇവരുടെ വർക്ക് അഫക്റ്റ് ആവുന്നുണ്ട്, ഇവരുടെ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒത്തിരി കോമൺ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഒരു 100 റിസർച്ച് പേപ്പേഴ്സ് ഞാൻ അതിനെ വായിച്ചിട്ട് കുറേ പോയിന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിലെ ടോപ്പ് ഹൈലൈറ്റ്സ് എന്താണ്? എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആക്ച്വലി ഞാൻ നോട്ട്സ് തന്നെ എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് പറയാൻ പറ്റും, പക്ഷേ എനിക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഒരു പോയിന്റ് പോലും വിട്ടുപോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ ആക്ച്വലി കുറച്ച് പോയിന്റ്സ് നോക്കി വായിക്കാം. പിന്നെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇവിടെ കുറച്ച് ചാർട്ട് കൊണ്ട് വെച്ചിട്ട് ആയിരക്കണക്കിന് ചാർട്ടുകളുണ്ട്. അതിൽ കുറച്ച് ഞാനൊരു എക്സാമ്പിളായിട്ട് എടുക്കണം, കാരണം ഇത് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരിക്കലും തീരില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മൈറ്റ് ബിക്കം എ സിവിയർ എപ്പിഡെമിയോളജിക്കൽ പ്രോബ്ലം. ബേസിക്കലി ഒരു ന്യൂക്ലിയർ ബോംബ് എന്ന് നമുക്ക് വിചാരിക്കാം. നമ്മളുടെ ഇന്നത്തെ ചെറുപ്പക്കാർ, യങ് ജനറേഷന് ഭയങ്കര ബാഡ്ലി എഫക്റ്റ് ചെയ്ത് ഒരു വലിയൊരു പ്രോബ്ലമായി തീരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് പോൺ അഡിക്ഷൻ. പിന്നെ പോൺ വാച്ച് ചെയ്യുന്നത് കൊണ്ട് അഡിക്ഷനും ഉണ്ട്. അഡിക്ഷൻ മാത്രമല്ല പ്രോബ്ലം, വാച്ച് ചെയ്യുന്ന പലർക്കും ഈ സിംറ്റംസ് ഉണ്ട്. വാച്ച് ചെയ്യുന്ന പലരും അഡിക്ഷനിലേക്ക് പോവും പിന്നീട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മെയിൻ പ്രോബ്ലം ഇത്രയധികം ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടീനേജേഴ്സിൻ്റെ കാര്യമാണ്. പക്ഷെ പ്രായമായ വ്യക്തികളിൽ ഓൾറെഡി ന്യൂറോളജിക്കൽ നോർമൽ പാത്വേ ഡെവലപ്പ് ചെയ്ത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് പോൺ വാച്ച് ചെയ്യുമ്പോൾ സ്റ്റിമുലേറ്റ് ആവണ വേറെ പാത്വേ, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ് വേറെ. ഈ നോർമലായിട്ട് ഒരാളോട് താല്പര്യം തോന്നുക അല്ലെങ്കിൽ ഫാൻറ്റസൈസ് ചെയ്യുക അല്ലെങ്കിൽ ബന്ധപ്പെടുക, അപ്പോൾ വേറെ ഏരിയ, ബ്രെയിനിൻ്റെ വേറെ ഏരിയകളാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ഞരമ്പുകൾ യൂസ് ചെയ്യുമ്പോൾ അത് തിക്കാവും, യൂസ് ചെയ്തില്ലെങ്കിൽ കണക്ഷൻ വിട്ടുപോകും. ഇപ്പൊ പ്രായമായ ആളുകൾക്ക് ഓൾറെഡി ആ കണക്ഷൻ ഉണ്ട്, പിന്നീട് പോൺ വാച്ച് ചെയ്യണമെങ്കിൽ അവർക്ക് കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഈ കുട്ടികൾ ടീനേജ് മുതൽ വരുമ്പോൾ ഇവർക്ക് മറ്റേ കണക്ഷൻ ഒട്ടും ഫോം ചെയ്യുന്നില്ല. പിന്നെ അവരുടെ ബ്രെയിൻ ഭയങ്കര മാലിബിൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് അതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് ഭയങ്കര കൂടുതലാണ്. അവർക്കൊരു നോർമൽസി ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് ഒത്തിരിയും കൂടുതൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസും കൂടുതൽ ഇഷ്യൂസും ചെറിയ പ്രായത്തിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഹിസ്റ്ററിയിലേ ഇല്ലാത്തൊരു ചേഞ്ചാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഹ്യൂജ് ബയോളജിക്കൽ ചേഞ്ച്. അതായത് നമ്മുടെ ബയോളജി ഇല്ലാണ്ടാവുകയാണ്. അത് ആക്ച്വലി ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ്. അതായത് സ്ത്രീകൾ കണ്ടവർക്ക് ഇതിപ്പോൾ ഇതിനകത്ത് പറയുന്നത് റെഡ്യൂസ് സെക്ഷൽ ഇൻട്രസ്റ്റ് ടു ഹാവ് എ റിയൽ ലൈഫ് പാർട്ട്ണർ. ശരിക്കും ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല. ബിക്കോസ് വെർച്വൽ സെക്സ് ഫാസ്റ്റർ, സേഫർ, ലെസ് ഡിമാൻഡിങ് ആൻഡ് മോർ സാറ്റിസ്ഫൈങ് ടീനേജേഴ്സിന്.
അത് സ്പീഡിൽ കിട്ടും, വിരൽ തുമ്പിലുണ്ട്, സേഫറാണ്, ആരുടെ അടുത്തും തല്ലു പിടിക്കാൻ പോകണ്ട, STD ഒന്നുമില്ല, ലെസ് ഡിമാൻഡിങ്. പെണ്ണുങ്ങളുടെ അടുത്താവുമ്പോൾ അവരുമായിട്ടുള്ള ആ മൂവ്മെന്റിൽ ഡിമാൻഡ്സ് വരുന്നു, ടൈം വരുന്നു, ഒത്തിരി കാര്യങ്ങൾ. ആൻഡ് സാറ്റിസ്ഫൈങ്, നോവൽറ്റി വന്നു, ഇതിനകത്ത് മാറി മാറി പല ആൾക്കാർ വരുന്നു. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഒരാളുള്ളൂ, അപ്പോൾ അവർക്ക് കൂടുതൽ സാറ്റിസ്ഫൈങ്, പിന്നെ പല ലെവലിൽ കിട്ടുന്നു. ഇവരുടെ ഫാൻറ്റസി ഒന്നും അവരുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയെന്ന് വരില്ല, പിടികിട്ടിയ. അപ്പൊ ഇവർക്ക് ഭയങ്കര ഹൈ സ്പീഡാണ്, പിന്നെ ഹൈ പ്ലഷറാണ് അതിനകത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യം ഫാസ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ ഈ ഡോപ്പമീൻ്റെ ലെവല് പോൺ വാച്ച് ചെയ്യുമ്പോൾ ബ്രെയിനിൽ റിലീസ് ആവുന്നത് ഡോപ്പമീൻ കൂടുതലാണ്. അപ്പൊ അവരുടെ പ്ലഷർ ഭയങ്കര ഹൈയാ, പിടികിട്ടിയ. അപ്പൊ ആ ഒരു കാരണം ആൻഡ് ദെയർ സ്പെഷ്യൽ ഫാൻറ്റസീസ്, ഈ ഒരു കാരണം ടീനേജേഴ്സ് എളുപ്പം അതിലേക്ക് ഹുക്കായി പോകും. അപ്പൊ ടീനേജേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ ബ്രെയിനിന്റെ നമ്മുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കൾച്ചറിൽ പെടും. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിൽ ടോപ്പ് നിൽക്കുന്നത് ഇതാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഫോൺ ഉപയോഗിച്ച് യങ്സ്റ്റേഴ്സിന് ഈ ഡോപ്പമീൻ എളുപ്പം കിട്ടണം, പെട്ടെന്ന് കിട്ടണം, സ്പീഡിൽ കിട്ടണം, പതുക്കെയല്ല. പണ്ട് നമുക്ക് ഇങ്ങനെ കുറെ നാൾ വെയിറ്റ് ചെയ്ത, ഒരാഴ്ച വെയിറ്റ് ചെയ്ത ഒരു ചിത്രഹാരം വരും. ഇപ്പം അങ്ങനെയല്ലല്ലോ. അപ്പൊ സ്പീഡിൽ കിട്ടേണ്ടത് കൊണ്ട് ഇവർ എളുപ്പം അതിലേക്ക് പോവും. ബിക്കോസ് നമ്മൾ കൺട്രോൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടാത്തത് കൊണ്ട്. ഭക്ഷണമായാലും പ്ലഷർ ആയാലും നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ആ കൺട്രോൾ കുറച്ച് പഠിച്ചു. പണ്ടത്തെ ആ മോറാലിറ്റി എല്ലാം അന്ന് കുറച്ചും കൂടെ സ്ട്രോങ് ആയതുകൊണ്ട്. ഇപ്പം അത് കുറവായതുകൊണ്ട് അവർ എളുപ്പം അതിലേക്ക് ഹുക്ക്ഡ് ആവും. വേറെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ സെക്ഷുവൽ എക്സ്പീരിയൻസ് വിത്ത് എ റിയൽ പാർട്ട്ണർ മേ ലോങ്ങർ ട്രിഗർ സഫിഷ്യൻറ്റ് ഡോപ്പമീൻ ടു സസ്റ്റെയിൻ സെക്ഷൽ അറൗസൽ ആൻഡ് എറക്ഷൻ. അതായത് ഒരു വ്യക്തിയായിട്ട് സെക്സിൽ ഏർപ്പെട്ടാൽ അതിനകത്ത് കിട്ടുന്ന ഡോപ്പമീൻ അവർക്ക് കുറവാണ്, ടു സസ്റ്റെയിൻ സെക്ഷൽ അറൗസൽ ആൻഡ് എറക്ഷൻ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കുറവായതുകൊണ്ട്, ആ ഡോപ്പമീൻ കുറവായതുകൊണ്ട് അവർക്ക് എറക്ഷൻ സസ്റ്റെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഉദാഹരണം നിൽക്കുന്നില്ല അവർക്ക്. അപ്പോൾ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരുന്നു. കാരണം ഡോപ്പമീൻ ഡയറക്റ്റ് ആളുടെ അടുത്ത് നിന്ന് അവർക്ക് അധികം കിട്ടുന്നില്ല. അപ്പോൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി റെൻഡേഴ്സ് ദം ഡിസ്ഫങ്ഷണൽ. ദേ ബിക്കം ഡിസ്ഫങ്ഷണൽ ബേസിക്കലി. അപ്പോൾ റിയൽ പാർട്ട്ണർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എറക്ടൈൽ പ്രോബ്ലം മേ ഒക്കർ വെൻ റിയൽ ലൈഫ് സെക്ഷൽ സ്റ്റിമുലേഷൻ ഡസ് നോട്ട് മാച്ച് ദ ബ്രോഡ് കണ്ടന്റ്. ഒന്നാമത്തെ കാര്യം, ഈ റിയൽ സ്റ്റിമുലേഷനും അതും വ്യത്യാസമുണ്ട്. ഇപ്പോൾ പെൺകുട്ടികൾ പലപ്പോഴും അവർക്ക്, ഇവർ PhD-കാരും അവർ നഴ്സറി എന്ന് പറയുന്ന പോലെയാണ്, അവർക്ക് ചിലപ്പോൾ അത്രയും വിവരം ഉണ്ടാവില്ല. ഇവർ കണ്ടേക്കണത് ഭയങ്കര ഹൈ ലെവലിലെ കണ്ടന്റ് ആയിരിക്കും. അപ്പം അതുമായിട്ട് ഇവർക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. ഇവർ ഫോർപ്ലേയുടെ ലെവലിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. ഇവർ ഹഗ്ഗിങ്ങും കിസ്സിങ്ങും തുടങ്ങുമ്പോൾ ഇവർ മറ്റേടത്ത് എത്തി. അപ്പം അവരുടെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈ. അത് നമ്മുടെ പേഷ്യൻസ് ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്, ബോയ് ഫ്രണ്ട്സ് നിർബന്ധിക്കുന്നു, എനിക്ക് അറപ്പാണ്, പേടിയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിർബന്ധിക്കുന്നു. അല്ലെങ്കിൽ ഭാര്യമാർ വന്നിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇയാൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു, എനിക്ക് പറ്റണില്ല, എനിക്ക് പേടിയാവുന്നു. സോ അവരുടെ എക്സ്പെക്റ്റേഷൻ ഇവരുടെ ആ പ്രൊവൈഡ് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. ഐ മീൻ, പെണ്ണുങ്ങൾ ഫോൺ കാണുന്നവരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ സ്റ്റിൽ ഇപ്പോഴും അതിൻ്റെ ആ റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇന്റർനെറ്റ് പോണോഗ്രാഫി ക്യാൻ ബിക്കം സെൻസിറ്റൈസ്ഡ് ടു ക്യൂസ് ദാറ്റ് ആർ അൺറിലേറ്റഡ് ടു സെക്ഷൽ കണ്ടന്റ് ആൻഡ് പ്രൊഡ്യൂസ് അസോസിയേഷൻ വിച്ച് ഇസ് എക്സ്ട്രീംലി ചാലഞ്ചിങ് ടു എക്സ്റ്റിങ്വിഷ് റിമൂവ്. അതായത് സെൻസിറ്റൈസ്ഡ് ടു ക്യൂസ്, അതിൻ്റെ എക്സാമ്പിൾ പറയാം, അപ്പം മനസ്സിലാവും. അതായത് ഇപ്പം പാരൻസ് പുറത്ത് പോകുമ്പോൾ വാതിലടയ്ക്കണ സ്വരം കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടീനേജറിന് ഡോപ്പമീൻ വന്നു. എന്താണെന്ന് വെച്ചാൽ അവർ കാണണ്ട, അവർ പോയി, ഇനി ഞാൻ ഫ്രീ ആയി പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും, അപ്പം ഇത് കാണാം. അപ്പം അവരുടെ സെൻസിറ്റൈസേഷൻ സെക്സിനോട് മാത്രമല്ല, വാതിലടയ്ക്കുന്ന സ്വരത്തിനോട് ഡോപ്പമീൻ റിലീസ്. ഇല്ലെങ്കിൽ ഭാര്യ പറയും, ഞാൻ ഒന്ന് കടയിൽ പോയിട്ട് വരാം, ഷോപ്പിങ്ങിന് പോയിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം, 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, ഭർത്താവിന് ഉടനെ തന്നെ ഡോപ്പമീൻ. സെൻസിറ്റൈസേഷൻ ടു ക്യൂസ്. അപ്പം ഇങ്ങനെയുള്ള സംഭവം എന്ന് വെച്ചാൽ ബ്രെയിനിൽ വയറിംഗ് ആണ് അതൊക്കെ. വാതിലടയ്ക്കണ സ്വരം കേട്ട് അവർ അറൗസ്ഡ് ആവും, പിടികിട്ടിയ. അതിനാണ് സെൻസിറ്റൈസേഷൻ ക്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ റിമൂവ് ചെയ്യാൻ പാടാ. നമുക്ക് ഡി അഡിക്ഷൻ ചെയ്യുമ്പോൾ ഈ നെർവ് കണക്ഷൻ റിമൂവ് ചെയ്യാൻ പാടാ. ബിക്കോസ് ഇത് കുറേ വർഷം ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ യങ് ബ്രെയിൻസിലേക്ക് അത് ഉറച്ചു പോകും. പിന്നെ വേരിയസ് ഡേറ്റ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സെക്ഷൽ അഡിക്ഷൻ റിലേറ്റ് ടു എക്സസീവ് ബിഹേവിയർ ഡ്യൂ ടു ക്രേവിംഗ് മേ കോസ് inability of self-control, also subjective experience of internal conflict, very similar to OCD, obsessive compulsive disorder. അതായത് ഇതിനോടൊരു സെക്സ് അഡിക്ഷൻ വരുമ്പോൾ ഒരു സെക്സ് ക്രേവിങ് ഡെവലപ്പ് ചെയ്യും. ഇതെപ്പോഴും കാണും, ഡോപ്പമീൻ കിട്ടുമ്പോൾ സുഖമാണ്, അപ്പോൾ അത് എപ്പോഴും വേണമെന്ന് തോന്നുമ്പോൾ അതിനോടൊരു ക്രേവിങ് വരുമ്പോൾ സെൽഫ് കൺട്രോൾ പോകും, ഇന്നബിലിറ്റി ടു സെൽഫ് കൺട്രോൾ. അത് വേറൊരു സ്ഥലത്തും പറയുന്നത്, അതായത് ഈ
ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഈ ഏരിയയാണ് നമ്മുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ അമിഗ്ദലയെന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള റിയാക്ഷൻ വരും അമിഗ്ദലയെന്ന്. പക്ഷെ ഇത് പറയും ഇല്ല ചെയ്യല്ലേ, നമ്മൾ വിശന്നിരിക്കുക, നമ്മൾ കക്കല്ലേ, നമ്മൾ അത് ചെയ്യല്ലേ. അപ്പൊ ഇത് നമ്മുടെ അടുത്ത് പറയും ഇപ്പൊ ചെയ്യല്ലേ. ബോസിന്റെ അടുത്ത് ദേഷ്യം വന്നാൽ അയാൾ എന്തെങ്കിലും മറപ്പ അയാളെ തല്ലല്ലേ, അല്ലെ നമുക്ക് റിയാക്ഷൻ നമ്മുടെ ഇങ്ങനെയൊക്കെ വരും. അപ്പൊ അങ്ങനത്തെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻസിനെ സ്റ്റോപ്പ് ചെയ്യണ സ്ഥലം ചുരുങ്ങും. ഇത് അഫക്റ്റഡ് ആവും. അപ്പം നമുക്ക് ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് സെക്ഷൽ കാര്യങ്ങളിൽ മാത്രമല്ല, മറ്റു കാര്യങ്ങളിലും. അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം ചെറുപ്പക്കാരിൽ പലർക്കും അഗ്രസീവ് ബിഹേവിയർ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ആൾക്കാർ എടുത്ത് ചാടി സംസാരിക്കുക, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി ചാടിക്കടിക്കുക, അങ്ങനത്തെ ബിഹേവിയർ ഇല്ലേ, അങ്ങനത്തെ ബിഹേവിയർ ജോബിൽ, വർക്കിൽ, സെക്ഷൽ ബിഹേവിയർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സെക്ഷലി പലവരും പലത്തും പുറത്ത് കാണുമ്പോൾ അട്രാക്ഷൻ തോന്നും, നമ്മൾ ചെയ്യാതിരിക്കുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവരുടെ അത് നഷ്ടപ്പെടുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ കമ്പൽസറി ആയിട്ട് ഈ സെക്ഷൽ അഗ്രസീവ് ബിഹേവിയർ വരും. അത് പുറത്തുള്ള മറ്റുള്ളവരോടാവാം, അല്ലെങ്കിൽ ഭാര്യമാരോടാവാം, ആരോട് വേണമെങ്കിലും ആവാം, പിടികിട്ടിയ. ഓൾസോ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ്. ഇത് ഇവർക്കൊരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഡെവലപ്പ്. ഇവരിത് ചെയ്യും, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തുണ്ടാവും, ഗിൽറ്റ് അടിക്കും. അപ്പോൾ അത് പിന്നെ ഇത് OCD, ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ, OCD എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ട്രീറ്റ് ചെയ്യാൻ. ഇതിൻ്റെ സെയിം പ്രോബ്ലംസ് ആണ് അതിന് ഉണ്ടാവുന്നത്. പിന്നെ ദീസ് സിംറ്റംസ് മേ കോസ് വെരി മാലിഗ്നൻ്റ് എഫക്റ്റ്. മാലിഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ പോലത്തെ ഉള്ള അത്ര നാശനഷ്ടങ്ങൾ അഡോളസെൻ്റ് ഏജിൽ ഉണ്ടാവുമെന്ന് പറയണേ. ടു ഡിറ്റർമിൻ സൈക്കോ പത്തോളജിക്കൽ ചേഞ്ചസ്. അതിനകത്ത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സെക്ഷൽ സ്റ്റിമുലൈ ആൻഡ് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് സെക്ഷൽ ഫാൻറ്റസീസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ. ഇത് കാണുമ്പോൾ അവരുടെ നോർമൽ ആയിട്ടുള്ള ഫാൻറ്റസീസ് അല്ല ഡെവലപ്പ് ചെയ്യണത്. ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഫാൻറ്റസിയും ഓൾട്ടേർഡ് ആവും, വ്യത്യസ്തമാവും. അപ്പോൾ പലരും പറയും നോർമലായിട്ടുള്ള ആൾക്കാരോട് തോന്നിയില്ലെങ്കിലും അവർക്കിപ്പോൾ ആനിമേറ്റഡ് ഒബ്ജക്ട്സിനോട്, അല്ലെങ്കിൽ ഇപ്പോൾ ഏലിയൻസിനോട്, ഭയങ്കര സ്റ്റുപ്പിഡായിട്ടുള്ള സാധനങ്ങളുടെ അടുത്ത്, ഈവൻ ആനിമൽസിൻ്റെ അടുത്ത്. അപ്പോൾ നോർമൽ എന്ന് വ്യത്യസ്തമായ ഐഡിയാസ് അവരുടെ ബ്രെയിനിൽ വരുന്നതിന് ഒരു കാരണം ഈ ഫോൺ വാച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി വേറൊരു പോയിന്റ്, ഇപ്പം ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റ്സും ഞാൻ ഓരോ റിസർച്ച് പേപ്പേഴ്സിൽ നിന്ന് അതിൻ്റെ ഒരു നട്ഷലെടുത്ത് ഇങ്ങനെ പല പല പോയിന്റ്സ് എഴുതി. അപ്പം ഞാൻ അതുകൊണ്ടാണ് നോക്കി വായിക്കണേ. Pornography exposure provides artificial stimuli that do not correspond to real psychosocial contact and interpersonal relation, which may lead to eliciting abnormal emotional response. അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനോടാണ് ഇവർക്ക് റെസ്പോൺസ്, നാച്ചുറൽ അല്ല. അതുകൊണ്ട് അവർക്ക് അബ്നോർമൽ ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാവും. നോർമലായിട്ടുള്ള ഒരു ഇമോഷണൽ റെസ്പോൺസ് അല്ല. നോർമലായിട്ടൊരു പർട്ടിക്കുലർ ഇതിലിപ്പോൾ വേറെ വ്യക്തികളോട് പെരുമാറുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ അബ്നോർമലായിട്ടുള്ള ഒരു ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാവും. അത് പലപ്പോഴും ഈവൻ ബന്ധുക്കളോട് ബിഹേവ് ചെയ്യുമ്പോഴും, അതായത് ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയില്ലേ, നിങ്ങൾക്ക് എന്താണ് അമ്മയും പെങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പണ്ട് ചോദിക്കുന്ന ഒരു ഇതില്ലേ, അതായത് അമ്മയും പെങ്ങളെന്ന് വെച്ചാൽ അതൊരു ഇതിലല്ലേ, ആ തിരിച്ചറിവുണ്ട്. ദാറ്റ് ഇതെൻ്റെ സിസ്റ്ററാണ്, ഇതെൻ്റെ അമ്മയില്ല, ആ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഓൾട്ടേർഡ് ആവും. ഒബ്ജക്റ്റിഫിക്കേഷൻ വരുമ്പോൾ നോർമലായിട്ടുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻ എല്ലാം അഫക്റ്റഡ് ആവും. അനദർ സ്റ്റഡി വേറെ ഒരെണ്ണം പറയണം, മേ കോസ് അൺകൺട്രോൾഡ് ഹൈപ്പർ സെക്ഷൽ ബിഹേവിയർ. അതായത് ചില വ്യക്തികളിൽ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്യും. അതായത് അവർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിൻ്റെ കൂടെ സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഇപ്പം നമുക്ക് പേഷ്യൻസ്, നല്ല തമാശ, കുറേ പേഷ്യൻസ് പറയുന്നത് ഭാര്യമാർ പലപ്പോഴും ഇവരുടെ ഒത്തിരി കേസുണ്ട് കേട്ടോ, ഇവരുടെ ഇമെയിലും ബില്ലും ഒക്കെ എടുത്തിട്ടാണ് ഇവർ, അല്ലെങ്കിൽ ഫോണൊക്കെ ഇവർക്ക് കൈ കിട്ടുമ്പോഴാണ് ഇവർ മുഴുവൻ കണ്ടുപിടിക്കുന്നത്. അവർ പറയും ഇപ്പം ചാറ്റ് സൈറ്റ്സ്, പേ ചെയ്തിട്ടുള്ള ചാറ്റ് സൈറ്റുകളിൽ കുറേ കാശ് പോകുന്നു, മസാജ് പാർലറിൽ ഹാപ്പി എൻഡിങ്സിന് കുറേ കാശ് പോകുന്നു, സെക്ഷൽ വർക്കേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, അതല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ വഴി ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, മൾട്ടിപ്പിൾ എക്സ്ട്രാ മാരിറ്റൽ പാർട്ട്നേഴ്സോ, ഇത് അങ്ങനത്തെ ഒത്തിരി അധികമാവുമ്പോൾ ഇവരുടെ ഫൈനാൻസ് പ്രശ്നം വരും. പാർട്ട്നേഴ്സ് എവിടെയെങ്കിലുമൊക്കെ ഇവർ ഈ ഇതൊക്കെ ഫോണിൽ നിന്നൊക്കെ പൊക്കും, പിന്നെ മൊത്തം മെറൈറ്റൽ പ്രോബ്ലം പ്രശ്നങ്ങളും വഴക്കും. അപ്പോൾ ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റി വരുന്നത് ആ ഇതിലാണ്. അപ്പം ഇതിന് പല സ്റ്റേജസ് ആണ്. ഫോൺ കണ്ടു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഈ ഭയങ്കര പ്ലഷറും ഇതൊക്കെ ഹൈ ആയതുകൊണ്ട് ഒരു ഹൈപ്പർ സെക്ഷുവാലിറ്റിയിൽ പലരും പോവും. കുറച്ച് നാൾ പോയി കഴിയുമ്പോൾ എന്ത് കിട്ടിയാലും തോന്നാത്ത അവസ്ഥയിലും. അപ്പോൾ ഇത് സ്റ്റേജാണ്. ആദ്യം ഭയങ്കര ഹൈ തോന്നും,
ഭയങ്കര എല്ലാം ലോകം മുഴുവൻ ഇത് മാത്രമേ ഉള്ളൂ, നല്ല രസമായിട്ടൊക്കെ തോന്നും. ഇത്തിരി കഴിയുമ്പം എന്താണെന്നറിയില്ല, അവരെ കണ്ടാലും ഒന്നും തോന്നുന്നില്ല. ഇത്തിരി കഴിയുമ്പം ഇറക്ഷൻ ഇല്ല, ഇത്തിരി കഴിയുമ്പോൾ ഇജാക്കുലേഷൻ ഇല്ല. അപ്പോൾ ഈ കർവ് ഇത്തിരി കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിനൊരു ഡൗൺ സൈഡ്. ഇനീഷ്യലി മാത്രം ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റി കിട്ടുള്ളൂ. അപ്പം എൻ്റെ ഹാം മനസ്സിലായില്ല. ഹൈപ്പർ സെക്ഷുവാലിറ്റിയിൽ എല്ലാവരും ഹാപ്പി, പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു ഡൂംസ് ഡേ അത് കഴിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഒരെണ്ണം, ഡോമിനൻ്റ് ആൻഡ് കോവേഴ്സീവ് ബിഹേവിയർ സീൻ ഇൻ പോൺ ഫിലിംസ് മേ നെഗറ്റീവ്ലി എഫക്ട് സെക്ഷുവൽ ഐഡൻറ്റിറ്റി. ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ അതായത് പല മറ്റേ പോണിലത് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു ഡോമിനൻസ്, അല്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇവരെ ഇച്ചിരി ഫോഴ്സ് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ സെക്ഷുവൽ അഗ്രഷൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണിക്കും. പിന്നെ സാധാരണ മനുഷ്യർക്ക് പറ്റാത്ത പല കാര്യങ്ങളും കാണിക്കും. അപ്പോൾ അത് നെഗറ്റീവ്ലി ഇവരെ ഐഡൻറ്റിറ്റീനെയും ബാധിക്കും. അതിപ്പോൾ ഇതിനകത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ, നോർമലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മാൻ ഇരുന്ന് പോൺ കണ്ടു തുടങ്ങി, ഇവരുടെ ഇതാണെന്ന് വെച്ചാൽ ഗെയിം മാതിരിയാണ്. ആദ്യം ലെവൽ 1, ഇത്തിരി കഴിയുമ്പോൾ പ്ലഷർ കിട്ടൂല, സെയിം സാധനം കണ്ട് നോവൽറ്റി വേണം. ഇത്തിരി കഴിയുമ്പോൾ ലെവൽ 2, ഗെയിമിൻ്റെ പോലെ തന്നെ. അപ്പോൾ അതിൽ ഇത്തിരിയും കൂടെ കൂടി. അപ്പോൾ ഇവർ ഈ സൈറ്റ്സും ഈ ഫോൺ തന്നെ നമ്മളെ ല്യൂർ ചെയ്ത് പതുക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. ഓരോ ലെവൽ കൂടി വരുമ്പോൾ അതിനകത്ത് അബ്നോർമാലിറ്റി, ഡീവിയൻ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഇതെല്ലാം കൂടി വരും. അപ്പോൾ അതിനകത്ത് ഈ സെയിം സെക്സും അങ്ങനെയുള്ള ഇതുകളിലേക്കൊക്കെ എത്തുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകൾക്കും സംശയം വരും അവർ ഗേ ആണോ. ദേ ആർ ആക്ച്വലി സ്ട്രെയിറ്റ്, പക്ഷെ ഞാനിത് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് അവർ തോന്നും, അവര് അതിനകത്ത് പറയുന്നത് നെഗറ്റീവ്ലി എഫക്ട് സെക്ഷുവൽ ഐഡന്റിറ്റി. അപ്പൊ അവർക്ക് സംശയം വരും, അവര് ആക്ച്വലി ബൈസെക്ഷുവൽ ആണോ, അത് ഗേ ആണോ എന്നൊക്കെ അവർക്ക് ഡൗട്ട് വരും. അവർ ആക്ച്വലി അല്ല, ബിക്കോസ് അവരുടെ ബ്രെയിൻ ഹാസ് അണ്ടർഗോൺ സോ മച്ച് ഓഫ് ഡാമേജ് ദാറ്റ് ആ ഒരു ഇതിൽ ഇത് സംഭവിക്കുന്നുണ്ട്. അത് പല റിസർച്ചിലും ആക്ച്വലി കാണിച്ചിട്ടുണ്ട്. തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ട് 10-20 മെയിൻലി ഇത്രയും കൊല്ലമായിട്ടുള്ളൂ. അപ്പം നമുക്ക് സ്റ്റഡീസ് ആക്ച്വലി അധികം ഇല്ല, എന്നിട്ട് പോലും നമുക്ക് ഇത്രയും ഫൈൻഡിങ്സ് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇറ്റ്സ് ആക്ച്വലി ടിപ്പ് ഓഫ് എൻ ഐസ്ബർഗ്. ഹ്യൂജ് വലിയ പ്രശ്നങ്ങളുടെ ഒരു ടിപ്പേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ചെറുപ്പക്കാർക്ക് മുഴുവൻ എറക്ടൈൽ ഡിസ്ഫങ്ഷനും ഇങ്ങനെയുള്ള ബിഹേവിയറൽ ചേഞ്ചും. ആർക്കും കല്യാണം വേണ്ട, ഭാര്യ വേണ്ട, ഗേൾഫ്രണ്ട് വേണ്ടെന്ന് വെച്ചാൽ എന്താ? പെണ്ണുങ്ങൾക്കൊക്കെ PCOD, ആർക്കും കല്യാണം വേണ്ട, പിള്ളേരും വേണ്ട, ഭർത്താവ് വേണ്ട, ആണുങ്ങൾക്കൊക്കെ പോൺ അഡിക്ഷൻ. അപ്പൊ ഇത് നമ്മള് എവിടേക്കാ പോണേ? അപ്പൊ ഞങ്ങൾ കുറെ സ്പേമൊക്കെ മിക്കവാറും ഫ്രീസ് ചെയ്ത് വെക്കേണ്ടി വരുമായിരിക്കും അല്ലേ?